ഹലോ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നെറ്റിൻ്റെ അഥവാ JRFൻ്റെ പഠനമൊന്നും ഇപ്പം നടക്കുന്നില്ല, അത് തൽക്കാലം സ്റ്റോപ്പായിട്ടിരിക്കുകയാണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ എൻ്റെ മടി അതിനിടയിൽ കയറിപ്പോൾ തന്നെയാണ്. വലിയ മോൻ്റെ സ്കൂളിൻ്റെ വെക്കേഷൻ സമയത്ത് ദുബായിലേക്കൊരു വിസിറ്റിങ്ങിന് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിസിറ്റിങ്ങിന് പകരം വിസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ ഇക്കാൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ മോനെ ഇവിടെ സ്കൂളിൽ ചേർത്തി. സ്കൂൾ തുറന്നപ്പോൾ ആണെങ്കിൽ ഓൺലൈനായിട്ടാണ് പഠനം. രാവിലെ 8 മണി മുതൽ 12 മണി വരെ അവൻ്റെ കൂടെ ഞാനും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ് ടൈം കഴിഞ്ഞ് പിന്നെ ചെറിയ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ എനിക്ക് മടിയും അതിൻ്റെ ഇടയിൽ കയറി വരാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഞാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അനിയത്തിൻ്റെ മാരേജ് വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഈ എക്സാം ഏതായാലും എനിക്കിപ്പോൾ പോസിബിൾ അല്ലാന്ന്. എക്സാമിൻ്റെ സമയത്ത് മോനിക്ക് ഇവിടെ ക്ലാസ് ഉണ്ടാവും, ഇപ്പോൾ കട്ട് ചെയ്യണ്ട. അനിയത്തിൻ്റെ മാരേജിന് നാട്ടിൽ പോകുമ്പോൾ ഓൾറെഡി കട്ടാവും. 2026 ജൂണിലെ എക്സാം ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കാരണമാണ് പിന്നെ സ്റ്റഡി വ്ളോഗൊന്നും ഇടാണ്ടായിപ്പോയത്. ട്രാവലിംഗ് വ്ളോഗും വീക്കെൻഡ് വ്ളോഗൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ടൈമൊക്കെ ഒന്ന് സെറ്റായിട്ട് ഷെഡ്യൂളായി കിട്ടുന്നില്ലടോ. ഒന്നും ഞാൻ വിചാരിക്കുന്ന പോലെ ട്രാക്കിലേക്ക് വരുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. എനിക്ക് JRF ക്രാക്ക് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ എന്തായാലും ഒരിക്കലും ക്രാക്ക് ചെയ്യും. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. എത്രമാത്രം എന്ന് വെച്ചാൽ ഈ ചാനലിൽ വന്നിട്ട് എനിക്ക് എൻ്റെ പേര് പറയാനോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പോലുള്ള ധൈര്യം എനിക്കില്ല. എന്നിരുന്നാലും എന്തെല്ലോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഡ്രീംസൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നുകൊണ്ട് അത് നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നും അറിയാം. അതിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ചാനൽ കാണുന്നത്. ആർക്കെങ്കിലും എൻ്റെ ചാനൽ വഴി ഒരു ഉപകാരം കിട്ടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എൻ്റെ മടിയൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ബൈ, അസ്സലാമു അലൈക്കും.